അമ്മ നീ അങ്ങോട്ടാ രാവിലെ ബാഗൊക്കെ തൂക്കി പിടിച്ച്? ഞാൻ കുറച്ചധികം ദിവസം എന്റെ വീട്ടിലൊന്ന് പോയി നിൽക്കാൻ പോവാ. കുറച്ച് ദിവസത്തേക്കോ? എന്താ കാര്യം? എന്തോ കാര്യമൊന്നുമില്ല. കാര്യമില്ല, ചുമ്മാ പോന്നോ? കാര്യം എന്തോ കൊച്ചേ? അത് പ്രസവേട്ടൻ എന്നെ തല്ലി. പ്രസവേട്ടൻ നിന്നെ തല്ലിയതോ? അയ്യോ, സാധാരണ തിരിച്ചല്ലേ സംഭവിക്കുന്നത്. അല്ല, അതല്ല, എനിക്ക് ഈ പെട്ടെന്ന് ഇങ്ങനെ തോന്നിയത് കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. നിന്നെ തല്ലിയോ? എവിടെ തല്ലി? ഇവിടെ കവിളില്. ഉള്ളിലോ? ഇവിടെ തിരിഞ്ഞെ ഒരു നിറ വ്യത്യാസമോ ഒരു പാടോ ഒന്നുമില്ല. അമ്മ, അത് ഞാൻ മേക്കപ്പ് ഇട്ട് മൂടിയതാ. ഇനി പാട് കണ്ടാലേ അമ്മ വിശ്വസിക്കുള്ളൂ. അല്ല, അതല്ല, ഇങ്ങനെ ഈ പറഞ്ഞിട്ട് ഈ നിന്നെ തല്ലി എന്ന് കേട്ടപ്പോഴത്തെ ഒരു ഞെട്ടല്ലങ്ങ് ചോദിച്ചു പോയതാ. അത് ശരി. അല്ല, ഇപ്പൊ എന്താ തല്ലാനുള്ള കാരണം? അത് സുരഭി ഇവിടെ വന്നിട്ട് എന്തോ ഒപ്പിട്ടിട്ട് പോയത് ഞാൻ ആ പ്രതീക്ഷനോട് പറഞ്ഞു കൊടുത്തേന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ നീ അങ്ങനെ വല്ലതും പറഞ്ഞു കൊടുത്താ? കണ്ടോ കണ്ടോ, അമ്മയ്ക്കും ഇപ്പൊ എന്നെ സംശയല്ലേ? ഇങ്ങനെ സംശയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കും? വലിയ പാടാ. അതുകൊണ്ട് ഞാൻ പോവാ. അത് ശരി. അപ്പൊ നീ മാത്രമേ പോന്നുള്ളോ? പിങ്കിയോ? പിങ്കിയെ ഞാൻ കൊണ്ടുപോകണില്ല. കൊണ്ടുപോയി അവിടെ പഠിപ്പ് ശരിയാവില്ല. അത് ശരി, പിങ്കിയെ കൊണ്ടുവന്നില്ല, പഠിപ്പ് ശരിയാവില്ല. നീ ഒറ്റയ്ക്ക് കുറച്ചു ദിവസം വീട്ടിലോട്ട് പോന്നു. കൊള്ളാം, നല്ല ഭാര്യയും നല്ല അമ്മയും. അതങ്ങനെ അവസ്ഥയായി പോയതുകൊണ്ടാ. ആണോ? പ്രശോഭേട്ടന് എഴുന്നേറ്റ് വരുമ്പോഴേ ഈ കത്തൊന്ന് പ്രശോഭേട്ടന്റെ കൊടുക്കണം. ഇത് എനിക്ക് പോസ്റ്റ്മാന്റെ ജോലിയോ? പറയാനുള്ള കാര്യങ്ങൾ അവനോട് നേരിട്ട് പറഞ്ഞിട്ടൊക്കെ പോയാ പോരെ? അങ്ങനല്ലമ്മ, എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചേക്കുന്നത് എത്ര ശത്രുവാണെന്നുണ്ടെങ്കിലും ഉറക്കത്തുനിന്ന് വിളിക്കരുതെന്ന. അയ്യോ, ആ പഠിപ്പീരിന്റെ പ്രശ്നമാണ് ഇപ്പൊ ഈ കാണുന്നതൊക്കെ. അമ്മ ഇത് കൊടുക്കണം. എന്നാ ഞാൻ പോട്ടെ അമ്മ. ഓ ശരി. ഐ വിൽ മിസ് യു. എന്താ? ഐ മിസ് യു. അയ്യോ, ശരി. മുത്തുവണ്ണ, ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോവാ. ഞാനില്ലാത്ത കുറവ് അമ്മയ്ക്ക് വരുത്തരുത്. നീ കുഞ്ഞിവിടെ കിടന്ന് മലമറിക്കല്ലേ വീട്ടിലെ? എന്ത്? പോണത് സൂക്ഷിച്ച് പോണേന്ന് പറഞ്ഞതാ. ഞാൻ പോട്ടെ. ഓ, പോയിട്ടോ അമ്മ. അയ്യോ, again I miss you. അയ്യോ, പിന്നെ എവിടെ പോണത്? എനിക്കറിയാൻ വയ്യ. പ്രശോഭ അവളെ തല്ലിയെന്നോ, അതുകൊണ്ട് അവൻ അവിടെ വില മനസ്സിലാക്കുന്നിടം വരെ അവൾ എങ്ങാണ്ട് പോയി നിൽക്കാൻ പോകുന്നു. പ്രശോഭ അവളെ തല്ലിയെന്ന്. അതാണ് ഫസ്റ്റ്. അപ്പൊ ഇന്ന് ലോകം അവസാനിക്കും. ഞാനും അത് തന്നെയാണാ പറയാൻ. പിന്നെ കൊച്ചമ്മ, ഓ, 2 ദിവസം കൊണ്ട് ഭയങ്കര ശബ്ദം. എവിടെ? അതാണ് ഞാൻ 2 ദിവസം കൊണ്ട് നല്ല രീതിയിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. നമ്മളെ ഇവിടത്തെ എല്ലാ ഷെൽഫിലും നല്ല പാറ്റയും എലിയും ഒക്കെ ഉണ്ട് കൊച്ചമ്മ. പാറ്റേ, എലി, ഉറുമ്പും ഒക്കെ ഈ വീട് മൊത്തം ഉണ്ട്. അതിപ്പോ ഷെൽഫിൽ മാത്രമൊന്നും അല്ല. നീ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാം, അപ്പൊ ഇതിനകത്ത് കുറയും. അല്ല, നമുക്ക് ഇവിടെ വൃത്തിയാക്കണമല്ലോ, അതല്ലേ പ്രധാനം. എന്തോന്നാ ഈ പറയുന്നത്? നിനക്കിപ്പോ എന്തോ അതിനകത്ത് പ്രശ്നം? എന്തോന്ന് പാറ്റയിരിക്കുന്നത് അവിടെ? എന്റെ കുഞ്ഞിന്റെ പാസ്പോർട്ട്. നീ എന്തോന്ന് പുറത്തെ? പാസ്റ്റ എന്ന് പറഞ്ഞ സംഗതി വേറെയാ. ഈ പാറ്റയോ പാസ്റ്റയോ ഏത് പറയുന്നേ? നീ ആദ്യം പറയാൻ പഠിക്കും. പാസ്റ്റ അല്ല, പാറ്റ. പണ്ട് തൊട്ടേ എനിക്ക് ഈ പാറ്റയുടെ പേര് പറയാം പാസ്റ്റ. അയ്യോടാ, നിന്റെയൊക്കെ നാട്ടിൽ അങ്ങനെ ആയിരിക്കും. എന്ത്, നിങ്ങൾക്ക് പാസ്റ്റ തന്നെ പറയുള്ള? അതല്ല, ചുമ്മാ ഇരിക്കൂ. ലക്ഷ്മിയെ കണ്ടോ? ലക്ഷ്മിയെ കണ്ടോ? അത് തന്നെ ഞാനും ചോദിക്കായിരുന്നത്. എന്താ പ്രശ്നം? നീ അവളെ തല്ലി, അതുകൊണ്ട് അവള് പോന്നു. നീ ഒന്ന് മനസ്സിലാക്കട്ടെ. ഞാൻ അവളെ തല്ലിന്നാ? അമ്മയ്ക്ക് തോന്നണുണ്ടോ? അല്ല, അത് ഞങ്ങൾക്ക് കേട്ടപ്പോ ഒരു ചേട്ടല്ലായിരുന്നു. പക്ഷേ അമ്മ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അതാണ്ടേ ഒരു പുരാണം എഴുതി തന്നിട്ടുണ്ട് നിന്റെ അടുത്ത് തരാനായിട്ട്. നീ വായിച്ചു നോക്ക് എന്താന്ന് വെച്ചാ. ഓ കൊച്ചമ്മ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അതിനുള്ള നട്ടലൊന്നും നമ്മളെ പ്രശോഭവും ചെയ്തില്ല. ഞാൻ എന്ത് ചെയ്യൂന്ന് പറ. ഞാനും ഞെട്ടിപ്പോയി. വായിച്ചിട്ട് എന്താണെന്ന് പറയണേ. അതെ, ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.